യൂത്താണ് ഈ പ്രാവശ്യം 10,000 ചില വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ജയിച്ചിരിക്കുന്നത്. വലിയ വോട്ടിംഗ് വ്യത്യാസമൊന്നും ഈ പ്രാവശ്യമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിട്ടില്ല. പിന്നെ യൂത്തായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചും സ്വരാജ് എന്ന് പറയുന്ന യൂത്ത്, ഇപ്പോൾ സ്വരാജ് ആ നിലയിൽ സ്വീകാര്യനായിട്ടുള്ള യൂത്തിനൊക്കെ സ്വീകാര്യനായിട്ടുള്ള ഒരാളാണ്. SFIയുടെ ലീഡർ, DYFIയുടെ ലീഡർ എന്നുള്ള രീതിയിലൊക്കെ വന്ന ഒരാളാണ്. നന്നായി സംസാരിക്കുന്ന ആളാണ്. കേരളത്തിലെ മുഴുവൻ ബുദ്ധിജീവികളും സ്വരാജിന് വേണ്ടി സംസാരിക്കുകയും ചെയ്തു. അതാണ് ഒരു കുഴപ്പവും. ഈ ബുദ്ധിജീവിയാകുന്ന പ്രശ്നമാണ്. ഷൗക്കത്ത് ഒരു ബുദ്ധിജീവിയല്ല, സാധാരണ മനുഷ്യനാണ്. അങ്ങനെ പറയേണ്ട കാര്യം പറയേണ്ട രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ സ്വരാജിനെ പറ്റി പരിഹസിച്ച് പറയാറുണ്ട് കേട്ടോ, വായിൽ പ്രിന്റിംഗ് പ്രസ്സുമായിട്ട് നടക്കുന്ന ആളാണെന്ന്. അപ്പൊ അതൊരു നെഗറ്റീവായിട്ട് ബാധിച്ചാണല്ലേ അവിടെ. ചെറുപ്പം മുതൽ അയാള് അച്ചടി ഭാഷയിൽ സംസാരിക്കുകയും അവരുടെ ഒരു മാത്രമല്ല സ്വരാജിന്റെ നിലപാടുകൾ ഒരു ഇടതുപക്ഷ നിലപാടാണ്. അതിൽ സ്വരാജ് ഇന്ന് അതിനുശേഷം സംസാരിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇടതുപക്ഷ നിലപാടിന് പ്രസക്തി ഇല്ല എന്നാണ് ഇപ്പൊ നിലമ്പൂർ തെളിയിച്ചിരിക്കുന്നത്. അല്ല, ഇടതുപക്ഷ നിലപാടിന്റെ പ്രസക്തി, ഇടതുപക്ഷത്തിന്റെ സീറ്റ് അല്ലല്ലോ നിലമ്പൂര്, ഇടതുപക്ഷത്തിന്റെ സീറ്റല്ല. അവിടെ ഇടതുപക്ഷം ജയിച്ചത് അൻവറിനെ കൂടെ ചേർന്നതുകൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ തോറ്റുപോകുന്ന UDFന്റെ സീറ്റാണത്. അപ്പം അതിൽ ഇടതുപക്ഷം തോറ്റു എന്ന് പറയുന്നത് വലിയ കാര്യമൊന്നുമല്ല. പക്ഷെ ഈ വക ഘടകങ്ങൾ ഈ തോൽവിക്ക് കാരണമായിട്ടുണ്ട് എന്ന്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഉണ്ടായിരുന്നു, ആശാ വർക്കേഴ്സിൻ്റെ വലിയ രീതിയിലുള്ള ഒരു വർക്ക് അവിടെ ഉണ്ടായി. ആശാ വർക്കേഴ്സ് ഓരോ വീടുകളുമായി ബന്ധമുള്ള ആളുകളാണ്. ആശാ വർക്കേഴ്സിൻ്റെ സമരത്തിനോട് ഇടതുപക്ഷ സർക്കാർ മുഖം തിരിച്ചു നിന്നു എന്ന് പറയുന്ന ആക്ഷേപം, അതിനോടെടുത്ത നിലപാടുകളും വലിയ രീതിയിൽ ചർച്ചാ വിഷയമാവുന്നത്. നല്ല രീതിയിൽ ആശാ വർക്കേഴ്സ് അവർ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ ജാഥ നടത്തിയ ഈ സമയത്ത്, അതുകൂടാതെ ആ ജാഥയ്ക്ക് ശേഷം തെരഞ്ഞെടുപ്പ് മണ്ഡലങ്ങളിൽ വീടാന്തരം അവർ കയറിയിറങ്ങി. ആശാ വർക്കർമാരും കോൺഗ്രസും തമ്മിലൊരു അന്തർധാരയുണ്ടെന്നാണ് അർത്ഥം. അല്ല, ആശാ വർക്കർമാരെ സംബന്ധിച്ച് അവരൊരു സമരം സ്റ്റാർട്ട് ചെയ്ത് ആ സമരത്തിന് UDF എല്ലാ തരത്തിലുള്ള UDFന്റെ പിന്തുണയോടുകൂടിയാണ് ഇപ്പോൾ ആ സമരം നടക്കുന്നത്. എല്ലാ സ്ഥലത്തും ഇപ്പോൾ ഇത്രയും വലിയ സ്വീകരണങ്ങളൊക്കെ കിട്ടാത്തക്ക വിധത്തിലുള്ള ഒരു ഇതൊന്നും ആശാ വർക്കേഴ്സിന് ഇല്ല ആ സംഘടനയിൽ. പക്ഷെ വിഷയം ഒരു പ്രധാന